ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ 13ാമത്തെ ദിവസമാണ്. 12 ദിവസവും നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഇടാൻ ദൈവം നമ്മളെ സഹായിച്ചു. 12 ദിവസവും സൂപ്പർ ഡിഷസ് ആണ്. അപ്പം കാണാത്തവരെല്ലാം എളുപ്പം പോയി കാണണം. നല്ല അടിപൊളി എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതുപോലെ എനിക്ക് ഈ ഉണ്ടാക്കിയ ഐറ്റം എല്ലാം ഹസ്ബൻഡിന് കൊടുത്തുവിടാനും കൂടെ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ലിസ്റ്റ് തന്നിട്ട് അതിൻ പ്രകാരം ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് നിങ്ങൾക്കും വേണ്ടിയിട്ടും കൂടെ വീഡിയോയ്ക്കും വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ വീഡിയോയിൽ ഇടാൻ പറ്റി, ഹസ്ബൻഡിനും കൊടുത്തുവിടാം, മൺഡേ കൊടുത്തുവിടേണ്ടിയതാണ്. പിന്നെ എനിക്കിനി അടുത്ത ഒരു ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതേപടി എല്ലാം ഉണ്ടാക്കണം, മോന് കൊറിയർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല അടിപൊളി എല്ലാ സ്നാക്കുകളും അല്ലാത്ത ഡിഷസും എല്ലാം ഞാൻ നല്ലതായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്തവർ പോയി 12 ദിവസത്തെയും വീഡിയോസ് കണ്ടിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോസ് കാണരുത്. പിന്നെ ഇന്ന് 13ാമത്തെ ദിവസം നമ്മൾ അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ അത് നല്ല 1ാം ക്ലാസ്സായിട്ട് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റവും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം, ചെയ്ത് കാണിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ആ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി നോക്കി, സ്നാക്സും എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എൻ്റെ നമ്പറിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ എനിക്ക് സന്തോഷമാകുമല്ലോ. വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ഇല്ലാതെ കാണരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇന്നത്തെ അടിപൊളി സ്നാക്ക് എന്നാന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് നെയ്യപ്പമാണ്. 4 മണിക്കൂർ കുതിർത്തിട്ട് വാലാൻ വെച്ച അരി ഇരിക്കുന്നു. ഇതിനകത്ത് ഇച്ചിരി ജീരകം, ഏലക്ക ഒക്കെ ഇട്ട് ഉപ്പും ഒക്കെ ഇട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ മാവൊക്കെ ദാ ഇങ്ങനെയായി. ഞാനേ വീഡിയോ പിടിക്കാൻ വിട്ടുപോയെന്നേ, ഇവിടെ തിരക്ക് കാരണം മിക്സ് ചെയ്യുന്ന വീഡിയോ പിടിച്ചില്ല. അതായത് പിന്നെ ഇളക്കാനുണ്ടേ നല്ലതായിട്ട്. നമ്മുടെ ആ അരിയും ജീരകവും ഏലക്കായ ഉപ്പും കൂടെ പൊടിച്ചെടുത്തില്ലേ, എന്നിട്ട് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കിയില്ല. ഇത് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത്. 2 കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് ശർക്കര, ശകലം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയത്. ഇന്നലെ ഉണ്ണിയപ്പത്തിന് ഒഴിച്ചത് ഭയങ്കര ആ പാനി തിളച്ച ചൂടോടെയായിരുന്നു. പക്ഷേ നെയ്യപ്പത്തിന് ചെറു ചൂടോടെ ഒഴിക്കണം. അപ്പോൾ അത് ഞാൻ അരിച്ച് പിന്നെ ഈ ബൗളിലോട്ട് ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് നമ്മുടെ അരിപ്പൊടി പൊടിച്ചെടുത്തില്ലേ, അത് ഇതിനകത്തോട്ടിട്ട് ഇളക്കി. അത്രേ ആയുള്ളൂ, അത്രേ ചെയ്തുള്ളൂ. ഇനി ഇത് നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കത്തില്ലാത്തതുകൊണ്ട് മൈദാമാവോ 1 സ്പൂൺ മൈദാമാവൊക്കെ ചേർക്കുന്നവരുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണിയപ്പത്തിന് നമ്മൾ 1 സ്പൂൺ മൈദാമാവും 1 സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്തായിരുന്നല്ലോ. കുറച്ച് നേരം വെച്ചിട്ട് അത് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇത് സോഡാപ്പൊടിയില്ല, മൈദാമാവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ 8 മണിക്കൂർ വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ച് രാവിലെ ചുടുക കേട്ടോ. അന്നേരം ചുടാൻ നേരം നമ്മൾ നെയ്ക്കകത്ത് ഇച്ചിരി തേങ്ങായും വറുത്ത് എള്ളുകൂടെ വറുത്ത് ഇതിനകത്തിടുക. അത്രയും കാര്യമുള്ളൂ കേട്ടോ. എന്നിട്ട് എണ്ണ നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് വലിയ തവിക്ക് ഒരു തവി കോരി ഒഴിച്ച് അത് പൊങ്ങി വരുമ്പോൾ മറിച്ചിട്ട് കഴിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഒക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്തായാലും ഇനി ഓവർനൈറ്റ് വെക്കണമല്ലോ. പൊങ്ങി കഴിയുമ്പോൾ തേങ്ങാക്കൊത്തും എള്ളുകൂടി ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. തേങ്ങ ഒക്കെ വറുത്തിട്ടു, നമ്മുടെ എള്ളൊക്കെ വറുത്തിട്ടു, നല്ല റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി തേങ്ങായും ഇതൊക്കെ കൂടുതലാണ്. ഹസ്ബൻഡിനും കൊടുത്തു വിടുന്നുണ്ടല്ലോ. മണ്ടയിൽ ഇപ്പോൾ അവല് വിളയിച്ചതുമായി ഉണ്ണിയപ്പം, ഇനി ദൈവം സഹായിച്ച ഈ നെയ്യപ്പവും കൂടെ കൊടുത്താൽ പിന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടെ. വെളിച്ചെണ്ണ ഒഴിച്ചു, 2 സ്പൂൺ നെയ്യ് ഒഴിച്ചേ. ഞാൻ ചെറിയ പാനിലാക്കിയത്, ഒരുപാട് എണ്ണ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ. ഇത് മതിരിക്കുകയില്ല എണ്ണ, ഇനി ഒന്നിനും കൊള്ളത്തുമില്ല. ഞാൻ പക്ഷേ മീനൊക്കെ വറുക്കുകയും ചിക്കൻ വറുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ കളയത്തേയില്ല. അപ്പോൾ ഇനി നമുക്ക് എണ്ണ നല്ല തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പം കോരി ഒഴിക്കും. വീഡിയോസൊക്കെ എല്ലാവരും കാണണേ.
അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഒഴിക്കാം. യേശുവേ സ്തോത്രം. സൂപ്പർ ആയിക്കൊണ്ടിരിക്കുന്നു. മൊത്തം ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ. അപ്പോൾ നമ്മുടെ അടിപൊളി നെയ്യപ്പം എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇച്ചിരി വലിപ്പം കൂട്ടി മുഴുത്ത് ആക്കി അങ്ങ് എടുത്തു. കാരണം മടിയാ ഒത്തിരി നേരം നിൽക്കാൻ. 2 കപ്പ് അരിക്ക് 20 നെയ്യപ്പം. 2 കപ്പ് അരിക്ക് 20 നെയ്യപ്പം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.